അമ്മേ, ഇത് നോക്കുമ്പോ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ കൊടുത്തിട്ടെന്ന് എനിക്ക് നല്ല വർക്കൊക്കെയാ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല? നല്ല രസമുണ്ടല്ലേ തുണി. ഇതിന്റെ വർക്ക് ഉണ്ടോ? ചൂടും ഉണ്ടാവില്ല. പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്, ഭംഗി. മോളൊരു കാര്യം ചെയ്, എനിക്കും കൂടി ഒന്ന് ഓർഡർ ചെയ്. അതെന്തിന് രണ്ടാൾക്കും ഒരുപോലത്തെയോ? ഇതെന്താ നമ്മളിവിടെ ജോലിക്ക് വന്നതാ രണ്ടാളും കൂടി യൂണിഫോം ഇട്ടിട്ട്? അതൊന്നും വേണ്ട. എന്നാ നീ ഒരു കാര്യം ചെയ്യും മോളെ, എനിക്കേ കുറച്ചും കൂടി ഒന്ന് വില കൂടി ഇത് മേടിച്ചോ. വേറെ ഡിസൈനും ആക്ക്. ഒരു 1250 വാങ്ങിക്കട്ടെ എനിക്ക്. അങ്ങനെയാണ് ഞാൻ ഒന്നുകൂടി എടുക്കേണ്ടി വരും. നീ എടുത്തോ, നിനക്ക് വേണ്ടത് നീ എടുത്തോ. പിന്നെ എനിക്ക് 2 ബ്ലൗസും കൂടി ഓർഡർ ചെയ്തിട്ട് എനിക്ക് ബ്ലൗസ് കുറച്ച് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ട് കൊണ്ടുവരാം. അത് എനിക്കിത് മതി, എനിക്ക് ഇഷ്ടപ്പെട്ടു. വലുതാണ്, തിരിച്ചു കൊടുക്കാലോ. വലുതാണ്. ഇതെനിക്കല്ലേ? അമ്മയ്ക്കാണ് പക്ഷെ വലുതാണ്. എനിക്കൊന്ന് കഴുത്ത് കുറച്ചില്ല, ഷോൾഡർ ഒന്ന് പിടിക്കാൻ പറയാം. ടൈലറിനെ കൊടുത്തിട്ടേ ഷോൾഡർ പിടിച്ച് എനിക്ക് കറക്റ്റ് ആകുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ആ കൈയും കുറച്ചൊന്ന് അടിക്കാം നമുക്ക്. ഇതിപ്പോ എന്റെ കയ്യിൽ ഇതൊക്കെയാണ്, അവിടെ കൊണ്ട് വെച്ചേ. ഇതെന്താ സാധനം? ഇത് ബ്ലൗസ്. നിനക്ക് എന്താ കാണുന്നില്ലേ? ആ, അപ്പൊ നേരത്തെ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്, അതിന്റെ പുറമെയാണ് ഇതില്ലേ. ഇതെന്താ? അതും വന്നു എത്ര പെട്ടെന്ന്. എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇത്രയും പൈസ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്? ദിവസം ഉണ്ടാവില്ല ഓരോ സാധനം അത് ഇതെന്ന് പറഞ്ഞിട്ട്. ഇതാ ഇപ്പൊ ഇത് ഞാൻ 500 രൂപ കൊടുത്തു. എത്ര രൂപയോ ഓരോ ദിവസം ഈ സാധനങ്ങൾക്കായിട്ട് കൊടുത്തോണ്ടിരിക്കുക? പൈസ ഇവിടെ വെറുതെ കിട്ടുന്നതാണോ? പല മരം കുലുക്കി വീഴ്ത്താണോ പൈസ? 500 അല്ലേ ഉള്ളൂ. അവൾ അതിൽ ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്തിട്ടുണ്ടാവും. പെണ്ണുങ്ങളായി അങ്ങനെ തന്നെ. ഒന്നുകിൽ അമ്മായിമ്മയ്ക്ക് ബോധം വേണം, അല്ലെങ്കിൽ മരുമോൾക്ക് വേണം. ഇത് രണ്ടിനുമില്ല. എന്റെ പൈസ ഇങ്ങനെ മുടിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചോളൂ രണ്ടെണ്ണം. 10,000-ന്റെ 20,000-ന്റെ ഒന്നും അല്ലല്ലോ. 500-ന്റെ 600-ന്റെ സാധനങ്ങളല്ലേ വാങ്ങുന്നുള്ളൂ. ഒരു ഷോപ്പിൽ നേരിട്ട് ചെന്നിട്ടുണ്ടെങ്കിലേ ഒരു 5-6 സാരി എടുക്കുമ്പോഴേക്കും ആകും 15,000 രൂപ. അത്രയ്ക്ക് ചെലവൊന്നും ഉണ്ടാക്കില്ലല്ലോ. തൽക്കാലം അവിടെ വെച്ചേക്കും, എനിക്ക് ആവശ്യമുള്ളതാ. ഇനിയിപ്പോ ഇന്ന് എന്തൊക്കെയാണ് വരാനുള്ളത്? ഇതെന്തമ്മേ, ചായയിലാണ് ഇത്രയും പഞ്ചസാര ഇടുന്നത്? അയ്യോ, ഇത്രയും പഞ്ചസാരയൊക്കെ ചായ കളിക്ക് ആരെങ്കിലും കുടിക്കാൻ പറ്റുമോ മോനെ? ഇത് പാലില്ല. പാലില്ല? പാലെന്തിനാ പഞ്ചസാര ഇടുന്നത്? ഈ പാല് കേട് വന്നോ എന്നൊരു സംശയം. അപ്പൊ അമ്മ കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചതാ. ഇനി പാലൊന്നും ആവില്ല, അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതെന്ത് സംഭവം? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. കേടായ പാലിൽ പഞ്ചസാര ഇടുകയെന്ന്. വെറുതെ അല്ല ഇവിടെ പഞ്ചസാര ഇങ്ങനെ തീർന്നോണ്ടിരിക്കുന്നത്. അമ്മ ഈ മാസേ 5 കിലോ പഞ്ചസാര വാങ്ങി. ചില വീട്ടിലൊക്കെ ഒരു മാസം 2 കിലോ പഞ്ചസാര മതി. ഇവിടെ 5 കിലോ പോരാ. തുടങ്ങി അവന്റെ എച്ചിക്കണക്ക്. ആകെ മനുഷ്യൻ മതി ചായപ്പൊടി പഞ്ചസാര ഇട്ട് നല്ലൊരു ചായയാണ് മനസ്സമാധാനത്തിൽ കുടിക്കുന്നത്. അന്ന് ഇനി ഒരു കാര്യം ചെയ്യാം, ചായപ്പൊടിയും പഞ്ചസാരയും വേണ്ട, വെറുതെ അങ്ങ് ചായ ഉണ്ടാക്കി തരാം. നീ കുടിക്കുവോ? എന്നാ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ മതി. അമ്മ ഇതൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ച പോരെ, എന്തിനാ അനാവശ്യത്തിന്? ഇത് കുറെ കഴിച്ചിട്ടുണ്ടെങ്കിലേ പല അസുഖം വന്ന് കിടക്കേണ്ടി വരും. പിന്നെ അറിയും വിവരം. ഓ, എനിക്ക് അസുഖം വരുന്നുള്ള പേടിയാണല്ലോ, അല്ലാതെ ഇതിന് പൈസ ചെലവാന്നുള്ള പേടിയല്ല. ഇനി നിർത്തി പോരെ. ഇതെന്താണ് അമ്മയും മോനും ഒരു പരിഭവം മനസ്സിൽ? ഒന്നുമില്ല മോളെ, അവന്റെ ഓരോ കണക്കുകള്. അത് ശരി, പിന്നെയും തുടങ്ങിയോ കണക്ക്? ഞാൻ കണക്കൊന്നല്ല, കാര്യം തന്നെ പറഞ്ഞേ. പക്ഷെ ആർക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ അമ്മ പിങ്ക് സോൾട്ട് കിട്ടിയില്ലേ? ഇത് മാത്രമേ ഉള്ളൂ. തൽക്കാലം ഞാൻ അത് വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. എന്താ? അയ്യോ, ഇതാണ് കിട്ടിയത്. ഇത് എത്ര വാരിയിട്ടാലും കാണില്ല. ആ പിങ്ക് ആണെങ്കിലേ കുറച്ചിട്ടാ മതി, അതാ ശരീരത്തിന് നല്ലതാണ്. അവിടെ ഇല്ലാഞ്ഞിട്ടാമേ മൂപ്പര് കൊണ്ടുവന്ന് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഒരു 250 രൂപ കൊടുത്തു. പിന്നെ പൈസ കൊടുത്താൽ പിന്നെ എന്തായാലും കൊണ്ടുവരല്ലോ. എന്തായാലും പൈസ കൊടുത്ത വെച്ചാൽ നന്നായി. പിന്നെ നമുക്ക് വേണ്ടി മാത്രം മോനെ അവൻ കൊണ്ടുവരുന്നത്. നമുക്ക് വേണ്ടി മാത്രം കൊണ്ടുവരാനോ? അമ്മ സാധാരണ ഉപ്പ് ഉപയോഗിച്ച പോലെ എന്തിനാണ് ഈ പിങ്ക് സോൾട്ട് ഒക്കെ? അതൊക്കെ വലിയ വിലയുള്ള സാധനല്ലേ? നമ്മൾ മാസങ്ങളായിട്ട് ഇത് തന്നെയാ ഉപയോഗിക്കുന്നത്. ഇതൊന്നും അറിയില്ല, കുറച്ച് വില കൂടുതലാന്നേ ഉള്ളൂ. സാധനം നല്ലതാ. ഇപ്പൊ ആൾക്കാരൊക്കെ അതിലേക്ക് മാറുന്നുണ്ട്, കുറച്ചുകൂടി ഹെൽത്തി അതിനേക്കാൾ. എന്തിന് ഇത്രയും പൈസയുള്ള സാധനം ഉപയോഗിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സാധാരണ ഉപ്പ് ഉപയോഗിച്ച പോരെ. വെറുതെ അല്ല മാസം മാസം കടയിലേക്കുള്ള ബില്ലില് പൈസ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത്, മനുഷ്യന്റെ കീശ കാലിയാക്കാൻ വേണ്ടിയിട്ട്. നീ എന്തെങ്ങനെ ഈ ഉപ്പിനും പഞ്ചസാരക്കും വരെ കണക്ക് പറയുന്നത്?
ഈ അടുക്കളയിൽ വാങ്ങുന്ന സാധനത്തിന് ഇങ്ങനെ കണക്ക് പറഞ്ഞാലേ നമുക്ക് കഴിക്കാൻ എന്ന് തോന്നുവോ? അമ്മയെ അധ്വാനിക്കുന്നവന് കണക്കുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ കണ്ട കുറേ സാധനങ്ങൾ വാങ്ങിക്കൂടലല്ലേ ചെയ്യുന്നത്. അല്ലാണ്ട് കയ്യിൽ നിന്ന് 5 പൈസ ഇറക്കിയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും കണക്കറിയില്ല. സാധനങ്ങൾ വാങ്ങുന്നത് കുറച്ച് കുറയ്ക്കാൻ നോക്ക്. ഇനി എന്ത് ചെലവ് കുറയ്ക്കാനാ? അല്ലെങ്കിൽ ചെലവ് കുറച്ച് തന്നെയാ ഇവിടെ ജീവിക്കുന്നത്. പിന്നെ അടുക്കളയിലെ സാധനത്തിന് എന്തായാലും ചെലവ് കുറയ്ക്കാൻ പറ്റില്ല. നമ്മളാകെ ജീവിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. അതിക്കൊണ്ട് ചെലവ് കുറച്ച് എന്തിനു പിശുക്കി കഴിക്കുന്നത്? ആ ഒരു ജീവിതമേ ഉള്ളൂ. വേണ്ടതൊക്കെ വാങ്ങിച്ച് കഴിക്കുക എന്നല്ലാണ്ട്. എന്നാലേ ഈ മാസത്തേക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കാം. നോക്കട്ടെ ചെലവ് കുറയ്ക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴല്ലേ വലിയ ലിസ്റ്റും ഒരുപാട് പൈസയും വരുന്നത്. കണ്ടില്ലേ മോളെ, അവൻ ജോലിക്ക് പോയിട്ട് പൈസ കൊണ്ടുവന്നതിന്റെ അഹങ്കാരമാണ്. നമ്മൾ ജോലിക്കൊന്നും പോകുന്നില്ല, വെറുതെ വീട്ടിലിരുന്ന് തന്നെയല്ലേ. അതാണ് അവൻ പറയുന്നത്. അതിനാര് പറഞ്ഞു നമ്മളൊക്കെ വെറുതെ ഇരുന്ന് കഴിക്കാന്ന്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വീട്ടിൽ ഒരുപാട് പണികളുണ്ട്. ഒരു പണിക്കാരനെ വെച്ച് നോക്കട്ടെ, അപ്പൊ അറിയാം. മാസം 30,000 40,000 കൊടുത്താലും തികയില്ല. ഇഷ്ടം പോലെ പണികൾ ഞങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട്. അല്ലാണ്ട് വെറുതെ ഇരുന്നൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല. എല്ലാ വീടുകളിലും ആണുങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്. ഏട്ടന്റെ ഈ കണക്ക് വാസൽ നിർത്തിയാൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ശരിയാവും. മര്യാദയ്ക്ക് ഡ്രസ്സും ബാക്കിയുള്ള വീട്ടു സാധനങ്ങളും എല്ലാം അത്യാവശ്യം തന്നെയാ. ഇതിലൊക്കെ എന്ത് പിടിക്കാനാ? എന്നാ പിന്നെ കഷ്ടപ്പെട്ട ആരോട് വീട്ടുജോലി ചെയ്യണ്ട, രണ്ടുപേരും ജോലിക്ക് പോയിക്കോ. ഫുഡിന്റെ കാര്യമില്ലേ, അത് നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം. ആണോ? എന്നാലേ ഞങ്ങൾ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കിയിട്ട് ചെലവാക്കി കാണിച്ചു തരാം നിന്റെ മുൻപിൽ. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. നിനക്ക് വാശിയാണ്, ഞങ്ങൾക്കും വാശിയാണ് മോനെ. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഇനി മുതലേ നിങ്ങൾ പൈസ ചെലവാക്ക്, എന്റെ അടുത്ത് ചോദിച്ചു വരണ്ട. അമ്മ എന്തിന്റെ പേരിൽ ഏട്ടനോട് ഇങ്ങനെ വാശി കാണിക്കാൻ നിന്ന്? വെറുതെ ഇരുന്ന് കഴിക്കുന്ന പോലെ എളുപ്പമല്ല ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. പിന്നെ അവന്റെ എച്ചി കണക്കും കെട്ട് എന്നും ഇങ്ങനെ ഇരിക്കാനാ? ഓ, അത് പറച്ചിലല്ലേ ഉള്ളൂ. ഏട്ടൻ എന്തെങ്കിലും പറയും അങ്ങോട്ട് പോകും. അല്ലാതെ ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്തിനെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ? എല്ലാം ഇഷ്ടം പോലെയല്ലേ ഉള്ളത്. ഇനി മുതൽ ആര് ജോലിക്ക് പോവും? നീ പോ ജോലിക്ക്. ഞാനോ? ആ, നീ തന്നെ. എന്റെ മരുമോള് എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി കണ്ടുപിടിച്ചിട്ട് പോകും. ഇനി ഇവന്റെ എച്ചി കണക്കുകൾക്ക് എനിക്ക് വയ്യ. നീ എന്താ കേരള സാരിയെ കൊടുത്തിട്ട്? ഓഫീസിൽ ഒരു പരിപാടി ഉണ്ട് ഇന്ന്. അവിടെ ഒരു പുതിയ ബിൽഡിങ്ങിന്റെ ഇനോഗ്രേഷനാ. അപ്പൊ എല്ലാ സ്റ്റാഫിനോടും കേരള സാരിയിൽ വരാനാ പറഞ്ഞു. അല്ല, അമ്മേന്റെ കയ്യിൽ നിന്ന് ഇത്രയും വേസ്റ്റ്? ഇത് ഞാൻ ആദ്യം വാങ്ങി മോളെ, അത് കഴിഞ്ഞു. ഇത് 2ാം പ്രാവശ്യം വാങ്ങി. അതും ഒരു പാതിയൊക്കെ ആയി. ഇത് പിന്നെ ലാസ്റ്റ് വാങ്ങിയതാ. ഇത് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഒരാൾക്ക് 3 പേസ്റ്റോ? അതിനിത് ഒരേ കമ്പനി അല്ലല്ലോ മോളെ. 3 വിധമല്ലേ. ഇത് ഞാൻ രാവിലെ ബ്രഷ് ചെയ്യും, ഇത് ഉച്ചയ്ക്ക്, ഇത് രാത്രി. മോളൊരു കാര്യം ചെയ്യും, ഇത് 3 ഓരോന്ന് എനിക്ക് വാങ്ങിച്ചിട്ട് വാ. എന്ത് ദൂർത്താമേ ഇത്? ഇത്രയും പോരാണ്ട് ഇനിയും വാങ്ങണമെന്നോ? ഇനി ഒന്നും ഞാൻ വാങ്ങില്ല. ഇപ്പൊ കഴിയാനായ പേസ്റ്റില്ലേ, തൽക്കാലം അത് ഉപയോഗിച്ചാൽ മതി. ബാക്കി പേസ്റ്റ് ബാക്കി 2 മാസത്തേക്ക് അമ്മ എങ്ങനെയാലും ഒപ്പിക്കാൻ നോക്കും. ഇത് എന്താ, പേസ്റ്റ് വാങ്ങി തന്നെ തീരുമല്ലോ പൈസ മുഴുവനും. നീ എന്താ അവനെ പോലെ സംസാരിക്കുന്നത്? ഒരു കണക്ക് നോക്കാണ്ട് എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെ വാങ്ങാന്ന് പറഞ്ഞില്ല നീ ജോലിക്ക് പോയത്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെയാ പറയുന്നത്? 2 ദിവസം ഓഫീസ് എന്നിട്ടേ അമ്മയും വർക്ക് ചെയ്ത് നോക്ക്. അപ്പൊ അമ്മ ഇത് തന്നെ പറയും. അമ്മയ്ക്ക് കുറച്ച് പ്രായം പക്കത്തേക്ക് ഉള്ളതല്ലേ, പറഞ്ഞ് ചെലവാക്കാൻ പഠിക്കമ്മേ. കഷ്ടപ്പെട്ടുണ്ടായി കൊണ്ടുവരുന്നതാ. ഇതെന്താ? 2 മാസം ജോലിക്ക് തുടങ്ങുമ്പോൾ പെണ്ണിന്റെ സ്വഭാവം ആകെ മാറി. ഇതിനെക്കാളും ഭേദം എന്റെ മോനല്ലേ. പിന്നെ പേസ്റ്റ് ഇല്ലെങ്കിൽ പോട്ടെ, നീ ഒരു 1000 രൂപ ഇങ്ങോട്ട് കൊണ്ട. 1000 രൂപയോ? എന്തിന്? കുറച്ചു ദിവസം മുന്നേ ചുരിദാർ ഓർഡർ ചെയ്തിട്ടില്ലേ, അത് ഇന്നാ വരിക. വന്ന പൈസ കൊടുക്കണ്ടേ? അമ്മയ്ക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് ഇല്ലേ, പിന്നെ പുതിയ ചുരിദാറും കൂടി എടുക്കാൻ നിൽക്കണോ? ഇത് ഞാൻ ഇന്നലെ മേലെ കയറിയപ്പോണ്ട് അവിടെ കുറെ ഡ്രസ്സ് ഇട്ടിരിക്കണ്. ആ ഷെൽഫ് മുഴുവൻ അമ്മേന്റെ ഡ്രസ്സുകളാ. ആദ്യം അതൊക്കെ അമ്മ ഇട്ട് തീർക്ക്. ഇന്നലെ ഹരിതകർമ്മയിലെ ആൾക്കാർ വന്നപ്പോ ഒരു ചാക്ക് കൊടുത്തയക്കുന്നുണ്ടായിരുന്നില്ലേ വേണ്ടാത്ത ഡ്രസ്സുകൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് 300 രൂപ അങ്ങോട്ട് എണ്ണി കൊടുക്കുകയും ചെയ്തു. അതിലും ഉണ്ടായിരുന്നല്ലോ നല്ല നല്ല ചുരിദാറാണ്. അമ്മയ്ക്ക് ഇല്ലെങ്കിലും കുറച്ച് ദൂർത്തും ആർഭാടം ഒക്കെ കൂടുതലാ. നീ എന്താ ഞാൻ വാങ്ങിച്ച ചുരിദാർ ഇത്രയും വലിയ കണക്ക് പറയുന്നത്? എന്റെ മോൻ ജോലിക്ക് പോകുമ്പോഴേ നമ്മൾ 2 ഇഷ്ടം പോലെ വാങ്ങിച്ചിവിടെ കൂട്ടിയിട്ടില്ലേ. അപ്പൊ ഒരു കണക്കും ഇല്ലാലോ.
ഇപ്പൊ നീ 2 ദിവസം ജോലിക്ക് പോകുമ്പോഴേക്കും വലിയ കണക്ക് വന്നിരിക്കുന്നു ഇവിടെ. അമ്മ ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിക്കമ്മേ. ഇതിന് മാത്രം സാലറി ഒക്കെ ഉണ്ടോ എനിക്ക്? അമ്മ ഈ കുറച്ച് 10 ചുരിദാറും പിന്നെ കുറച്ച് പേസ്റ്റും വാങ്ങിയാൽ തീരാനുള്ള സാലറി എനിക്കുള്ളൂ. പിന്നെ ഞാൻ എന്തിനാ അവിടെ പോയിട്ട് വർക്ക് ചെയ്യുന്നത്? ഇത്രമാത്രം പൈസ നമ്മുടെ കയ്യിൽ ചെലവാക്കാൻ ഇല്ലമ്മേ. ആദ്യം അതൊക്കെ ഇട്ടെന്ന് പഴയതാവട്ടെ, എന്നിട്ട് ഇനി പുതിയത് എടുക്കാം. ഇത് എന്ത് പറ്റി? രാവിലെ തന്നെ അമ്മായിമ്മ മരുമോളും തമ്മിൽ ബഹളം തുടങ്ങിയോ? ചക്കര നേരം പോലെ ആയിരുന്നല്ലോ. അതൊക്കെ പണ്ട്. ഇവളെ സ്വഭാവം ആകെ മാറി മോനെ. ഞാൻ എടുക്കുന്ന ഡ്രസ്സുകൾ കണക്ക് പറയാന്ന്. ഇവളെ ജോലിക്ക് പറഞ്ഞ ഞാൻ വെറും മണ്ടിയായിപ്പോ, അതല്ലേ പറയാനുള്ളൂ. ആഹാ, അപ്പൊ നീയും കണക്ക് പറഞ്ഞു തുടങ്ങിയോ? ദിനുവേട്ടൻ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അമ്മ. അമ്മ ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്റെ കഷ്ടപ്പാടൊന്നും. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താലേ എനിക്ക് കിട്ടുന്ന 1000 രൂപയാ. അതിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുപോയി കളയാനുള്ളതാ? ആവശ്യത്തിനാണെങ്കിലും മനസ്സിലാക്ക. അനാവശ്യ കാര്യങ്ങൾക്ക് എങ്ങനെ പൈസ ചെലവായിക്കൊണ്ടിരിക്കുന്നത്? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് ദേഷ്യപ്പെടുക. ഞാൻ എന്താ ചെയ്യാ? പൈസ ചെലവാക്കാനുള്ളതല്ലേ, ഇങ്ങനെ എച്ചി കണക്ക് പറയാൻ പാടൂ? അമ്മ ചോദിക്കുന്നല്ലേ, എടുത്തു കൊടുക്ക്. പറ്റില്ല അല്ലേ? നീ ഉണ്ടാക്കുന്ന പൈസന്റെ വില ഇപ്പൊ നിനക്ക് മനസ്സിലായി. അമ്മേ, അവള് തരുന്ന പൈസക്ക് കണക്കും കാര്യങ്ങളൊക്കെ ഇനി കാണും. കാരണം എന്താ അറിയോ? അവള് കഷ്ടപ്പെട്ട് എല്ലും മുறை പണിയെടുത്തിട്ടാണ് കുറച്ച് പൈസയെങ്കിലും അവൾക്ക് മാസം മാസം കിട്ടുന്നത്. ആ കിട്ടുമ്പോ തന്നെ മോളെ ആ ചെലവുണ്ട് ഈ ചെലവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന്ന് പൈസ എടുത്തു തരാൻ അവൾക്ക് കുറച്ച് വിഷമൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ ആ പൈസന്റെ വില മനസ്സിലാക്കണമെങ്കിലേ ഒരു കാര്യം ചെയ്യും, അമ്മയും കൂടി 2 ദിവസം ജോലിക്ക് പോയി നോക്കും. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ മനസ്സിലായിക്കോളും. അമ്മ ജോലിക്കൊന്നും പോണ്ട. പക്ഷെ ഞങ്ങൾ രണ്ടാളും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി.